ഇന്ന് ഇവിടെ ഒരു വീടിൻ്റെ തേപ്പിൻ്റെ വർക്കാണ്. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഞാനിങ്ങോട്ട് റൂമൊക്കെ പോന്നിക്കാണ്. അപ്പോൾ ഇത് പറയാനല്ല, ഇന്ന് ഞാൻ കാര്യപ്പെട്ട് ഞാൻ വീഡിയോസിൽ വന്നിക്കണ്. നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാറ് 1ാം ക്ലാസ് തൊട്ടുങ്ങാണ്ട് +2 വരെയുള്ള കുട്ടികൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ മന്ത്രിമാർ ചെയ്യുമ്പോൾ നമ്മൾ 4 ആൾക്കാരെ നമ്മൾ അറിയിക്കണം. അപ്പോൾ എൻ്റെയും എൻ്റെ നാട്ടുകാരെയും വക ഗണേഷ് കുമാർ സാറിന് എൻ്റെ ബിഗ് സല്യൂട്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു കടപ്പുറമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കടപ്പുറം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അസ്സലാമു നമസ്കാരം, ഞാൻ മജീദാണ്. അപ്പോൾ മനുഷ്യന്മാർ, ഇന്ന് ഞാനിവിടെ കടപ്പുറം കാണാൻ വന്നിക്കുകയാണ്. അപ്പോൾ ഈ കടപ്പുറം കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ, ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഒരു ചെറിയ പാട്ടിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ എല്ലാവരും ഫുള്ള് കാണുള്ളൂ. ഓക്കെ. അപ്പോൾ പാട്ട് ഇതാണ്. മാണിക്കാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ. അപ്പോൾ മൈക്കിലല്ല കേട്ടോ പാടുന്നത്, വെറും തൊള്ളപ്പാട്ടാണ്. അപ്പോൾ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. മാണിക്കാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ. മാണിക്കാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ. ഖാത്തിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു. കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു. കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്യാണാലോചനക്കായി ബീവി തൂനിഞ്ഞ്. മാണിക്കാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ. ബീവി ഖദീജ അന്ന് പുതുമണവാട്ടി ചമഞ്ഞ് മുത്ത് റസൂലുള്ളയും പുതുമാരൻ ചാമഞ്ഞ്. മാണിക്കാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ. മാണിക്കാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ. അപ്പോൾ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്ന് വെച്ചാൽ തൊള്ളപ്പാട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.